താമരശ്ശേരിയിൽ വളരെ മനോഹരമായ അലങ്കൃതമായ ദേവാലയത്തിലാണ് നമ്മുടെ പ്രതിനിധി രാഹുൽ കെ വി ഉള്ളത്. അവിടുത്തെ ദൃശ്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. ഒപ്പം രാഹുലുമുണ്ട്. രാഹുൽ, വളരെ മനോഹരമായ അലങ്കൃതമായ അന്തരീക്ഷത്തിൽ, പ്രാർത്ഥനാ നിർഭരമായ അന്തരീക്ഷത്തിൽ അവിടെ തിരുപ്പിറവിയെ വരവേൽക്കുകയാണ്. എങ്ങനെയാണ് അവിടുത്തെ ഇപ്പോഴത്തെ കാഴ്ചകൾ? രതീഷ്, എനിക്ക് തോന്നുന്നത് ഏറ്റവും അധികം കൂടുതൽ അലങ്കരിച്ച പള്ളികളിൽ ഒന്നാണ്, കത്തീഡ്രലിൽ ഒന്നാണ് നമ്മുടെ താമരശ്ശേരിയിലെ മേരിമാതാ കത്തീഡ്രൽ എന്ന് പറയുന്നത്. വിശ്വാസികൾ കൂടുതലായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. 11:45 ഇവിടെ തിരുപ്പിറവി കർമ്മങ്ങൾക്ക് തുടക്കമാവുക. താമരശ്ശേരി ബിഷപ്പ് റെമജിയോസ് ഇഞ്ചനാനിയലാണ് മുഖ്യ കാർമ്മികത്വം വഹിക്കുക. അല്പസമയം മുൻപാണ് ഇവിടെ നിന്ന് യുവാക്കളൊക്കെ കുട്ടികളൊക്കെ ചേർന്നുകൊണ്ട് ഒരു കാരൽ സംഘം ടൗണിലേക്ക് പോയത്. അവർ ടൗൺ വലം വെച്ച്, അതായത് ഏറ്റവും അവസാനത്തെ ഒരു കരോൾ വലം വെക്കലായിരുന്നു. അത് കഴിഞ്ഞുകൊണ്ട് തിരിച്ച് പള്ളിയിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. വിശ്വാസികളും എത്തിക്കൊണ്ടിരിക്കുകയാണ്. കാത്തിരിക്കുകയായിരിക്കും കുർബാനയ്ക്ക് വേണ്ടി, അല്ലേ? എങ്ങനെ ആഘോഷമൊക്കെ എത്ര വരെയായി? അതെ, ഏകദേശം അതിൻ്റെ തയ്യാറെടുപ്പുകളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി 11:45 സ്റ്റാർട്ട് ചെയ്യുന്നത്. 11:45 സ്റ്റാർട്ട് ചെയ്താൽ താമരശ്ശേരി രൂപതയുടെ ബിഷപ്പ് ആണ് അതിൻ്റെ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത്. ഉണ്ണീശോയുടെ പിറവിയുടെ ചടങ്ങ് കഴിഞ്ഞിട്ട് ഇവിടെ പുൽക്കൂട്ടിലേക്ക് കൊണ്ടുവരുന്നു. അത് കഴിഞ്ഞ് ബാക്കി കുർബാന പുൽക്കൂട്ടിലേക്ക് ആനയിക്കും, അല്ലേ? അതെ, അത് കഴിഞ്ഞിട്ട് ബാക്കി കുർബാനയും ചടങ്ങുകൾ. വീട്ടിലൊക്കെ എത്രത്തോളം ആയി? ഭക്ഷണവും കാര്യങ്ങളൊക്കെ എല്ലാം പ്ലാനൊക്കെ കഴിഞ്ഞോ? പ്ലാന് കഴിഞ്ഞ് നാളെയാണ് ഞങ്ങളുടെ നോമ്പ് വിടുന്നത്. അന്നേരം സാധാരണ മത്സ്യവും മാംസവും എല്ലാ വിഭവങ്ങളോട് കൂടിയുള്ള സദ്യയായിരിക്കും ഉണ്ടാവുക. ഇതുവരെ ഞങ്ങൾ 25 ദിവസം നോമ്പ് എടുത്തതിന് നാളെ തീർക്കണം, അല്ലേ? 25 ദിവസം നോമ്പ് എടുക്കും. ആ നോമ്പിൽ ഇറച്ചിയും മാംസങ്ങളും മീനും ഒക്കെ ഒഴിവാക്കി ഞങ്ങൾ നോമ്പെടുത്തിരിക്കുകയാണ്. അന്നേരം 25-ാമത്തെ ദിവസം ആണ് ക്രിസ്മസ് ആചരിക്കുന്നത്. അന്ന് ആഘോഷമായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് ഞങ്ങളെല്ലാവരും സന്തോഷത്തിലായിരിക്കും. എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേരുന്നു. എല്ലാം നടത്തുകയും ചെയ്യും. യാത്രകളൊക്കെ ഉണ്ടോ? യാത്രകൾ, ടൂറ്, പിന്നെ ഉച്ചയ്ക്ക് ശേഷം നല്ല സ്ഥലം, വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊക്കെ പോവുകയും കുട്ടികളും എല്ലാ പേരമക്കളും എല്ലാവരുടെ കൂടി ഒന്ന് സംഗമിക്കുന്ന ദിവസമാണ് ക്രിസ്മസ്. ചേട്ടാ, എങ്ങനെയായി? കുഴപ്പമില്ല, നല്ലൊരു ആഘോഷമാണ് കാത്തിരിക്കുന്നത്. 25 ദിവസത്തെ നോമ്പിന് ശേഷം ആഘോഷത്തോടുകൂടി നോമ്പിന് പരിസമാപ്തി. ഈ സമയമൊക്കെ ആകുമ്പോൾ സാധാരണ വിശ്വാസികൾ കുറേ എത്തേണ്ടതല്ലേ? കുറച്ച് കുറവാണോ പൊതുവെ? സമയമാകുന്നുള്ളൂ. 11:45 സ്റ്റാർട്ടിങ്. അഭിയന്ത താമരശ്ശേരി രൂപതയുടെ അധ്യക്ഷൻ റെമജിയോസ് ഇഞ്ചനാനി പിതാവാണ് കാർമ്മികത്വം വഹിക്കുന്നത്. അപ്പോൾ ഏകദേശം കളർഫുള്ളാണ് കത്തീഡ്രൽ. എത്ര ദിവസം എടുത്ത് അലങ്കരിച്ച്? ഇതിപ്പോൾ ഒരാഴ്ചയായി ഇതിൻ്റെ അണിയറ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രജത ജൂബിലിയാണ് നമ്മുടെ പള്ളീൻ്റെ. 25 വർഷമായി. എല്ലാം സ്പെഷ്യലാണല്ലേ? എല്ലാം സ്പെഷ്യലാണ്. അപ്പോൾ എല്ലാവർക്കും ക്രിസ്മസിൻ്റെ ആശംസകൾ ഒത്തിരി സ്നേഹത്തോടെ. ചേട്ടൻ എന്താ പറയുക? അതായത് ഇത് ഈ പള്ളി സ്ഥാപിച്ചിട്ട് 25 വർഷം പൂർത്തിയാകുന്ന രജത ജൂബിലിയാണ് ഈ പ്രാവശ്യം. അപ്പോൾ അതുകൊണ്ട് ഇടവകയുടെ പെരുന്നാൾ കുറച്ച് ദിവസം മുമ്പോട്ട് മാറ്റി ഈ ക്രിസ്മസിനോടനുബന്ധിച്ച് 28, 29 തീയതികളിലായിട്ട് നടത്തുന്നത്. അപ്പോൾ നമ്മുടെ സഭയുടെ ഏറ്റവും സീനിയറായിട്ടുള്ള മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവാണ് ആ ചടങ്ങിന് വരുന്നത്. അതിന് വേണ്ടിയിട്ട് നേതൃത്വം വഹിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ കൂടുതലായിട്ട് അലങ്കാരങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ഓക്കെ. രതീഷ്, ഇതിൽ കൃത്യം 11:45 തന്നെയാണ് കർമ്മങ്ങൾക്ക് തുടക്കമാവുക. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, വനഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് സഭ ഇതിനകം തന്നെ എതിർപ്പ് ശക്തമായി അറിയിച്ചതാണ്. വനമന്ത്രിയുടെ പ്രസ്താവനകളിൽ വലിയ രീതിയിലുള്ള വിയോജിപ്പ് ബിഷപ്പ് തന്നെ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ആ വിഷയം ഏതായാലും കുർബാനയിൽ ക്രിസ്മസ് സന്ദേശമായി വരുമോ എന്ന കാര്യം കൂടി ഉറ്റുനോക്കുകയാണ്.